പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ ഡിറ്റർമിനൻസ് എന്നുള്ള ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 6 വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്തിരുന്നു. ആ 6 വീഡിയോസും കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വീഡിയോ പോസ് ചെയ്ത് നോട്ട്സ് എല്ലാം എഴുതി അത് പഠിച്ചു കാണും എന്ന് കരുതട്ടെ. ഇനി നമുക്ക് 7ാമത്തെ വീഡിയോയിലേക്ക് പോകാം. ലാസ്റ്റ് വീഡിയോയിൽ നമ്മളൊരു സ്ക്വയർ മാട്രിക്സിൻ്റെ കോഫാക്ടർ മാട്രിക്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തു, അഡ്ജോയിൻറ്റ് മാട്രിക്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തു. ഇനി നമുക്ക് അഡ്ജോയിൻറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസ് പഠിക്കാം. പ്രോപ്പർട്ടീസ്, ഒന്നാമത്തെ പ്രോപ്പർട്ടി ഇതാണ്: എ ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു അഡ്ജോയിൻറ്റ് ഓഫ് എ ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻറ്റു ഐ. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണിത്. എ ഒരു സ്ക്വയർ മാട്രിക്സ് ആണെങ്കിൽ എ ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത് അഡ്ജോയിൻറ്റ് ഓഫ് എ ഇൻറ്റു എയോട് തുല്യമായിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻറ്റു ഐയോട് തുല്യമായിരിക്കും. എ എന്ന് പറയുന്നത് ഏതൊരു സ്ക്വയർ മാട്രിക്സ് ആണെങ്കിലും എ ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത് അഡ്ജോയിൻറ്റ് ഓഫ് എ ഇൻറ്റു എയോട് തുല്യമായിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻറ്റു ഐയോട് ഈക്വൽ ആയിരിക്കും. അടുത്ത പ്രോപ്പർട്ടി ഇതാണ്: ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജോയിൻറ്റ് ഓഫ് എ. ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജോയിൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് എ റൈസ് ടു n-1 തുല്യമായിരിക്കും, വേർ n ഈസ് ദ ഓർഡർ ഓഫ് എ. ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജോയിൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് എ റൈസ് ടു n-1, വേർ n ഈസ് ദ ഓർഡർ ഓഫ് എ. അടുത്ത പ്രോപ്പർട്ടി ഇതാണ്: അഡ്ജോയിൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് എ റൈസ് ടു n-2 ഇൻറ്റു എ ആണ്, വേർ n ഈസ് ദ ഓർഡർ ഓഫ് എ. അഡ്ജോയിൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് എ റൈസ് ടു n-2 ഇൻറ്റു എ ആണ്, വേർ n ഈസ് ദ ഓർഡർ ഓഫ് എ. നാലാമത്തെ പ്രോപ്പർട്ടി ഇതാണ്: ഡിറ്റർമിനൻറ്റ് ഓഫ് അഡ്ജോയിൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് എ റൈസ് ടു n-1 ദ ഹോൾ സ്ക്വയറിനോട് ഈക്വൽ ആണ്, വേർ n ഈസ് ദ ഓർഡർ ഓഫ് എ. Determinant of adjoint of A is equal to determinant of A raised to n-1 the whole square നോട് ഈക്വൽ ആണ്, where n is the order of A. അടുത്ത പ്രോപ്പർട്ടി ഇതാണ്: അഡ്ജോയിൻറ്റ് ഓഫ് k ഇൻറ്റു എ സമം k raised to n-1 ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എ ആണ്, where n is the order of A. k ഒരു സ്കാലാറും a ഒരു സ്ക്വയർ മാട്രിക്സും ആണെങ്കിൽ അഡ്ജോയിൻറ്റ് ഓഫ് k ഇൻറ്റു എ എന്ന് പറയുന്നത് k raised to n-1 ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എയോട് ഈക്വൽ ആയിരിക്കും, where n is the order of A. അടുത്ത 6ാമത്തെ പ്രോപ്പർട്ടി ഇതാണ്: അഡ്ജോയിൻറ്റ് ഓഫ് എ ഇൻറ്റു ബി എന്ന് പറയുന്നത് അഡ്ജോയിൻറ്റ് ഓഫ് ബി ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എയോട് ഈക്വൽ ആണ്. അഡ്ജോയിൻറ്റ് ഓഫ് എ ഇൻറ്റു ബി എന്ന് പറയുന്നത് അഡ്ജോയിൻറ്റ് ഓഫ് ബി ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എയോട് ഈക്വൽ ആണ്. 7ാമത്തെ പ്രോപ്പർട്ടി ഇതാണ്: അഡ്ജോയിൻറ്റ് ഓഫ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് അഡ്ജോയിൻറ്റ് ഓഫ് എ ദ ഹോൾ ട്രാൻസ്പോസിനോട് തുല്യമാണ്. 8ാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അഡ്ജോയിൻറ്റ് ഓഫ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അഡ്ജോയിൻറ്റ് ഓഫ് എ ദ ഹോൾ ഇൻവേഴ്സിനോട് തുല്യമാണ്. അഡ്ജോയിൻറ്റ് ഓഫ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അഡ്ജോയിൻറ്റ് ഓഫ് എ ദ ഹോൾ ഇൻവേഴ്സിനോട് തുല്യമാണ്. 9ാമത്തെ പ്രോപ്പർട്ടി ഇതാണ്: അഡ്ജോയിൻറ്റ് ഓഫ് എ റൈസ് ടു n എന്ന് പറയുന്നത് അഡ്ജോയിൻറ്റ് ഓഫ് എ ദ ഹോൾ റൈസ് ടു n-നോട് തുല്യമാണ്. അടുത്ത പ്രോപ്പർട്ടി 10ാമത്തെ പ്രോപ്പർട്ടി ഇതാണ്: ഇഫ് എ ഈസ് ഈക്വൽ ടു മാട്രിക്സ് എ ബി സി ഡി ദെൻ അഡ്ജോയിൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു മാട്രിക്സ് ഡി മൈനസ് ബി മൈനസ് സി എ ആണ്. എ ഒരു സ്ക്വയർ മാട്രിക്സ് ഓഫ് ഓർഡർ 2 ആണെങ്കിൽ അഡ്ജോയിൻറ്റ് ഓഫ് എ കിട്ടാൻ മെയിൻ ഡയഗണൽ എലിമെൻറ്റ്സ് തിരിച്ചെഴുതുക. എ ഡി എന്നുള്ളത് ഇവിടെ വരുമ്പോൾ ഡി എന്നാവും. മെയിൻ ഡയഗണൽ എലിമെൻറ്റ്സ് തിരിച്ചെഴുതുക, ഓഫ് ഡയഗണൽ എലിമെൻറ്റ്സിൻ്റെ ചിഹ്നം മാറ്റുക. ഈ റിസൾട്ട് ഓർത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് 2x2 സ്ക്വയർ മാട്രിക്സുകളുടെയൊക്കെ അഡ്ജോയിൻറ്റ് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് എഴുതാൻ പറ്റും. മെയിൻ ഡയഗണൽ, ഇപ്പോൾ എ എന്ന് പറയുന്നത് മാട്രിക്സ് എ ബി സി ഡി ആണെങ്കിൽ അതിൻ്റെ അഡ്ജോയിൻറ്റ് കിട്ടാൻ മെയിൻ ഡയഗണൽ എലിമെൻറ്റ്സ് തിരിച്ചെഴുതുക, ഓഫ് ഡയഗണൽ എലിമെൻറ്റ്സിൻ്റെ ചിഹ്നം മാറ്റുക. മെയിൻ ഡയഗണൽ എലിമെൻറ്റ്സ് തിരിച്ചെഴുതുക, ഓഫ് ഡയഗണൽ എലിമെൻറ്റ്സിൻ്റെ ചിഹ്നം മാറ്റുക. അപ്പോൾ അഡ്ജോയിൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് 10 നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോകാം. അടുത്തതൊരു ഡെഫിനിഷനാണ്: സിംഗുലർ ആൻഡ് നോൺ സിംഗുലർ മാട്രിക്സ്. ഡെഫിനിഷൻ ശ്രദ്ധിക്കുക: എ സ്ക്വയർ മാട്രിക്സ് എ ഈസ് സെറ്റ് ടു ബി സിംഗുലർ ഇഫ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈക്വൽ ടു 0 ആൻഡ് നോൺ സിംഗുലർ ഇഫ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0. എ സ്ക്വയർ മാട്രിക്സ് എ ഈസ് സെറ്റ് ടു ബി സിംഗുലർ ഇഫ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈക്വൽ ടു 0 ആൻഡ് നോൺ സിംഗുലർ ഇഫ് ഡിറ്റർമിനൻറ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0. എ ഒരു സ്ക്വയർ മാട്രിക്സ് ആണ്. അതിനെ സിംഗുലർ മാട്രിക്സ് എന്ന് വിളിക്കണമെങ്കിൽ ഡിറ്റർമിനൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കണം. അതിനെ നോൺ സിംഗുലർ മാട്രിക്സ് എന്ന് വിളിക്കണമെങ്കിൽ കണ്ടീഷൻ ഇതാണ്: ഡിറ്റർമിനൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇനി വളരെ പ്രധാനപ്പെട്ട മാട്രിക്സ് ഇൻവേഴ്സ് കാണാനുള്ള ഒരു ഫോർമുല നമ്മൾ പറയാൻ പോവുകയാണ്. ഈ ഫോർമുല വെച്ചാണ് നമ്മൾ മാട്രിക്സ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്. ശ്രദ്ധിക്കുക: ഇഫ് എ ഈസ് എ സ്ക്വയർ മാട്രിക്സ്, let A be a square matrix, then 1 if determinant of A not equal to 0 then A inverse exist ചെയ്യും and A inverse is equal to 1 by determinant of A into adjoint of A യോട് ഈക്വൽ ആയിരിക്കും. ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എയുടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 by determinant of A into adjoint of A യോട് തുല്യമായിരിക്കും. ഇത് ഓർത്തിരിക്കുക നിങ്ങൾ. ഇനി ഇഫ് ഡിറ്റർമിനൻ്റ് ഓഫ് എ
ഈക്വൽ ടു സീറോ, ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഈക്വൽ ടു സീറോ ആണെങ്കിൽ എ ഇൻവേഴ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണിത്. എ ഒരു സ്ക്വയർ മാട്രിക്സ് ആണ്. ഡിറ്റർമിനൻറ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ തീർച്ചയായിട്ടും എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എയോട് തുല്യമായിരിക്കും. ഈ റിസൾട്ട് ഓർത്തിരിക്കണം. ഇൻവേഴ്സ് കാണേണ്ടി വരുമ്പോൾ ഈ റിസൾട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. ഇനി ഒരു നോട്ടാണ്, എവരി നോൺ സിംഗുലർ മാട്രിക്സ് ഈസ് ഇൻവേർട്ടബിൾ. മുകളിലത്തെ റിസൾട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, ഏതൊരു നോൺ സിംഗുലർ മാട്രിക്സ് എടുത്താലും അത് ഇൻവേർട്ടബിൾ ആയിരിക്കും. ഏതൊരു നോൺ സിംഗുലർ മാട്രിക്സും ഇൻവേർട്ടബിൾ ആയിരിക്കും. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് മാട്രിക്സ് 3 - 2 4 5. ഈ മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഈ പർട്ടിക്കുലർ മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ച് ഇൻവേഴ്സ് കാണാൻ ചോദിക്കുന്ന പ്രോബ്ലത്തിൽ നിങ്ങൾ എലമെൻ്ററി റോ ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ വെറുതെ ഇൻവേഴ്സ് കാണേണ്ടി വരുമ്പോൾ നിങ്ങൾ ഈ ഫോർമുല യൂസ് ചെയ്താൽ മതി. എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 1 ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എ എന്നുള്ള ഫോർമുല യൂസ് ചെയ്താൽ മതി. നമുക്ക് ഈ പ്രോബ്ലത്തിനകത്ത് ഇൻവേഴ്സ് കാണാനേ ആവശ്യപ്പെട്ടുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് ഫോർമുല ഉപയോഗിച്ച് നമ്മൾ ഇൻവേഴ്സ് കണ്ടാൽ മതി. നമുക്ക് ആൻസർ ചെയ്ത് തുടങ്ങാം. തന്നിരിക്കുന്ന മാട്രിക്സിന് ഏത് പേര് കൊടുക്കുക? ലെറ്റ് എ ഈക്വൽസ് മാട്രിക്സ് 3 - 2 4 5. ഈ മാട്രിക്സിന് ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡിറ്റർമിനൻറ്റ് ഓഫ് എ കാണുക. ഡിറ്റർമിനൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത് ഡിറ്റർമിനൻറ്റ് 3 - 2 4 5 ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മെയിൻ ഡയഗണൽ എലിമെൻറ്റ്സ് ഗുണിക്കുക 15 - -8, ദാറ്റ് ഈസ് 15 + 8, ദാറ്റ് ഈസ് ഈക്വൽ ടു 23. ഡിറ്റർമിനൻറ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് നമ്മൾ തൊട്ട് മുന്നേ മനസ്സിലാക്കി എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 1 ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എ ആണ്. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എയോട് തുല്യമാണ്. അപ്പോൾ എ ഇൻവേഴ്സ് കാണാൻ ഇനി അഡ്ജോയിൻറ്റ് ഓഫ് എ കണ്ടാൽ മതി. അഡ്ജോയിൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത് കോഫാക്ടർ മാട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ്. അപ്പോൾ കോഫാക്ടർ മാട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആയതുകൊണ്ട് കോഫാക്ടർ മാട്രിക്സ് കണ്ടുപിടിക്കണം. കോഫാക്ടർ മാട്രിക്സ് കാണാൻ നമുക്ക് ഓരോ എൻട്രിയുടെയും കോഫാക്ടർ കണ്ടുപിടിക്കാം. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എൻട്രിയുടെ കോഫാക്ടർ സൂചിപ്പിക്കുന്ന സിമ്പൽ C11 ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് -1 raised to 1 + 1 ഇൻറ്റു ഈ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എൻട്രിയുടെ മൈനർ അത് 5 ആണ്. 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് വരും. ഇനി ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എൻട്രിയുടെ കോഫാക്ടർ സൂചിപ്പിക്കുന്ന സിമ്പൽ C12 ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് -1 raised to 1 + 2 ഇൻറ്റു ഈ -2ൻ്റെ മൈനർ കാണാൻ അത് വരുന്ന റോയും കോളും മാറ്റുക. ഡിറ്റർമിനൻറ്റ് 4 എന്ന് പറയുമ്പോൾ 4 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -4. ഇനി സെക്കൻഡ് റോയിലെ ആദ്യത്തെ എൻട്രിയുടെ കോഫാക്ടർ 4ൻ്റെ കോഫാക്ടറിനെ സൂചിപ്പിക്കുന്ന സിമ്പൽ C21 എന്നാണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് -1 raised to 2 + 1 ഇൻറ്റു 4ൻ്റെ മൈനർ കാണാൻ അത് വരുന്ന റോയും കോളും മാറ്റുക. ദാറ്റ് ഈസ് -2 എന്ന് വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഇനി ലാസ്റ്റ് എൻട്രിയുടെ കോഫാക്ടറിനെ സൂചിപ്പിക്കുന്ന സിമ്പൽ C22 എന്നാണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് -1 raised to 2 + 2 ഇൻറ്റു 5ൻ്റെ മൈനർ കാണാൻ അത് വരുന്ന റോയും കോളും മാറ്റുക. ഡിറ്റർമിനൻറ്റ് 3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് വരും. അപ്പോൾ നമ്മൾ എ എന്ന മാട്രിക്സിലെ ഓരോ എൻട്രിയുടെയും കോഫാക്ടർ കണ്ടു. ഇനി നമുക്ക് എ എന്ന മാട്രിക്സിൻ്റെ കോഫാക്ടർ മാട്രിക്സ് കണ്ടുപിടിക്കാം. എ എന്ന മാട്രിക്സിൻ്റെ കോഫാക്ടർ മാട്രിക്സ്. എയുടെ കോഫാക്ടർ മാട്രിക്സ് കാണാൻ എയിലെ ഓരോ എൻട്രീനെയും അതിന് പകരം ഇതിൻ്റെ കോഫാക്ടേഴ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ കോഫാക്ടർ മാട്രിക്സ് ഓഫ് എ ഈക്വൽസ് മാട്രിക്സ് 5 -4 2 3. കോഫാക്ടർ മാട്രിക്സ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് അഡ്ജോയിൻറ്റ് ഓഫ് എ കാണാം. അഡ്ജോയിൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഈ കോഫാക്ടർ മാട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ മതി. ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളായിട്ട് എഴുതുക, സെക്കൻഡ് റോ എടുത്ത് സെക്കൻഡ് കോളായിട്ട് എഴുതുക. അപ്പോൾ അഡ്ജോയിൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത് മാട്രിക്സ് 5 2 -4 3 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് ഇൻ 1. ഇത് ഒന്നാമത്തെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/23 ഇൻറ്റു മാട്രിക്സ് 5 2 -4 3 ആണ്. എയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 ഡിറ്റർമിനൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത് 23 ആണ്. അപ്പോൾ 1/23 ഇൻറ്റു അഡ്ജോയിൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത് മാട്രിക്സ് 5 2 -4 3 ആണ്. ഇതാണ് ആ പെർട്ടിക്കുലർ മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് മാട്രിക്സ് എന്ന് പറയുന്നത്. ഈ 1/23 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. മൾട്ടിപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അടുത്ത ചോദ്യം നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് മാട്രിക്സ് 3 -4 2 6. ഈ മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അത് ഹോംവർക്കായിട്ട് മാർക്ക് ചെയ്യാൻ നിങ്ങൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് മാട്രിക്സ് 1 2 -1 3 2 1 1 1 1. ഈ പെർട്ടിക്കുലർ മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഇൻവേഴ്സ് കാണാൻ വേണ്ടി ആദ്യം ആ മാട്രിക്സിന് നിങ്ങൾ എ എന്ന് പേര് കൊടുക്കുക. തന്നിരിക്കുന്ന മാട്രിക്സിന് എ എന്ന് പേര് കൊടുക്കുക. എ ഈക്വൽസ് മാട്രിക്സ് 1 2 -1 3 2 1 1 1 1. ഈ പെർട്ടിക്കുലർ മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണാൻ വേണ്ടി അതിന് എന്ന് പേര് കൊടുത്തു. ഡിറ്റർമിനൻറ്റ് ഓഫ് എ കാണുക. ഡിറ്റർമിനൻറ്റ് ഓഫ് എ സമം ഡിറ്റർമിനൻറ്റ് 1 2 -1 3 2 1 1 1 1. ഇതിൻ്റെ വാല്യൂ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരികയാണെങ്കിൽ -4 എന്ന് കിട്ടും.
ഡിറ്റർമിനൻറ്റ് ഓഫ് എയുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/ഡിറ്റർമിനൻറ്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എയോട് തുല്യമാണ്. കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് അഡ്ജോയിൻ്റ് ഓഫ് എ കണ്ടുപിടിക്കണം. അഡ്ജോയിൻ്റ് ഓഫ് എ കണ്ടുപിടിക്കാൻ വേണ്ടി കോഫാക്ടർ മാട്രിക്സ് കാണണം. കോഫാക്ടർ മാട്രിക്സ് കാണാൻ വേണ്ടി ഓരോ എൻട്രിയുടെയും കോഫാക്ടർ കണ്ടുപിടിക്കണം. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എൻട്രിയുടെ കോഫാക്ടർ സൂചിപ്പിക്കുന്ന സിമ്പൽ C11. It is defined as -1 raised to 1 plus 1 into ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എൻട്രിയുടെ മൈനർ എന്ന് പറയുമ്പോൾ 2 - 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എൻട്രിയുടെ കോഫാക്ടർ സൂചിപ്പിക്കുന്ന സിമ്പൽ C12. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് -1 raised to 1 plus 2 into രണ്ടാമത്തെ എൻട്രിയുടെ മൈനർ എന്ന് പറയുന്നത് 3 - 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -2. അതുപോലെ C13 എന്ന് പറയുന്നത് ഇതുപോലെ കണ്ടാൽ 1 എന്ന് കിട്ടും നമുക്ക്. സെക്കൻഡ് റോയിലെ ആൾക്കാരുടെ കോഫാക്ടർ C21 എന്ന് പറയുന്നത് -3 എന്ന് കിട്ടും. C22 എന്ന് പറയുന്നത് 2 എന്ന് കിട്ടും. C23 എന്ന് പറയുന്നത് 1 എന്ന് കിട്ടും. അതുപോലെ തേർഡ് റോയിലെ ആൾക്കാരുടെ കോഫാക്ടേഴ്സ് എന്ന് പറയുന്നത് C31 എന്ന് പറയുന്നത് 4 എന്ന് കിട്ടും. C32 എന്ന് പറയുന്നത് -4 എന്ന് കിട്ടും. C33 എന്ന് പറയുന്നത് -4 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഓരോ എലമെൻറ്റിൻ്റെയും എയിൽ വരുന്ന ഓരോ എലമെൻറ്റിൻ്റെയും കോഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എ എന്ന മാട്രിക്സിൻ്റെ കോഫാക്ടർ മാട്രിക്സ് കാണാം. കോഫാക്ടർ മാട്രിക്സ് ഓഫ് എ കിട്ടാൻ വേണ്ടി എയിലെ ഓരോ എലമെൻറ്റിന് പകരം അവരുടെ കോഫാക്ടേഴ്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ കോഫാക്ടർ മാട്രിക്സ് ഓഫ് എ എന്ന് പറയുന്നത് മാട്രിക്സ് 1 - 2 1 -3 2 1 4 - 4 4. ഇതാണ് കോഫാക്ടർ മാട്രിക്സ് ഓഫ് എ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അഡ്ജോയിൻറ്റ് മാട്രിക്സ് ഓഫ് എ കാണാം. അഡ്ജോയിൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു അഡ്ജോയിൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത് കോഫാക്ടർ മാട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ്. ഇതിൻ്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിൻ്റെ ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളം ആയിട്ട് എഴുതുക, സെക്കൻഡ് റോ എടുത്ത് സെക്കൻഡ് കോളം ആയിട്ട് എഴുതുക, തേർഡ് റോ എടുത്ത് തേർഡ് കോളം ആയിട്ട് എഴുതുക. ഇതാണ് അഡ്ജോയിൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത്. കോഫാക്ടർ മാട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് ഇൻ 1. ഇതെല്ലാം ഒന്നാമത്തെ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 1/-4 ഇൻറ്റു മാട്രിക്സ് 1 - 3 4 -2 2 -4 1 1 4. ഇതാണ് എ എന്ന മാട്രിക്സിൻ്റെ ഇൻവേഴ്സ് മാട്രിക്സ് എന്ന് പറയുന്നത്. ഇതുപോലെ അടുത്ത ചോദ്യം നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് മാട്രിക്സ് 5 0 4 0 1 3 0 0 1. ഇതേപോലെ തന്നെ നിങ്ങൾ അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, ഇഫ് എ സമം മാട്രിക്സ് 1 - 2 3 2 ആൻഡ് ബി ഈക്വൽസ് മാട്രിക്സ് 1 - 1 - 2 3, വെരിഫൈ ദാറ്റ് എ ബി ദ ഹോൾ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ഇത് ഇൻവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിസൾട്ടാണ്. ആ റിസൾട്ട് ഈ മാട്രിക്സുകൾ ഉപയോഗിച്ച് വെരിഫൈ ചെയ്യണം. അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യം നിങ്ങൾ എ ബി കാണണം, ആഫ്റ്റർ ദാറ്റ് എ ബി ഇൻവേഴ്സ് കാണണം, പിന്നെ എ ഇൻവേഴ്സും ബി ഇൻവേഴ്സും കാണണം, എന്നിട്ട് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് കാണണം. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ രണ്ട് മാട്രിക്സുകളും തുല്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇഫ് എ ഈക്വൽസ് മാട്രിക്സ് 2 3 1 2, then show that a² - 4 into a plus I equal to 0 and hence find a inverse. എ എന്ന് പറഞ്ഞ ഈ മാട്രിക്സ് ആണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യണം a² - 4a plus I എന്ന് പറയുന്നത് 0 മാട്രിക്സ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതുപയോഗിച്ച് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുകയും ചെയ്യണം. ഇതുപയോഗിച്ച് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുകയും ചെയ്യണം. നമുക്ക് ആൻസറിലേക്ക് പോകാം. തന്നിരിക്കുന്ന മാട്രിക്സ് എഴുതുക. മാട്രിക്സ് എ സമം മാട്രിക്സ് 2 3 1 2. ഓക്കെ, എ സ്ക്വയർ കാണാം. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ ഇൻറ്റു എ ആണ്. അപ്പോൾ മാട്രിക്സ് 2 3 1 2 ഇൻറ്റു മാട്രിക്സ് 2 3 1 2. റോ കോളം മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് മാട്രിക്സ് ഇതാണ് 7 12 4 7 7 12 4 7 4 7. ഇനി 4 ഇൻറ്റു എ കാണാൻ എയിലെ എല്ലാ എലമെൻസിനെ 4 കൊണ്ട് പിടിക്കുക. ഇവിടെ ഐ എന്ന് പറയുന്നത് പറഞ്ഞാലില്ലേലും മാട്രിക്സ് 1 0 0 1 ആണ്. ഓക്കെ, ഇനി നമുക്ക് അവർ പറഞ്ഞ കാര്യം തെളിയിക്കാം. a² - 4 into a plus I equals മാട്രിക്സ് 7 12 4 7 മൈനസ് മാട്രിക്സ് 8 12 4 8 പ്ലസ് മാട്രിക്സ് 1 0 0 1. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മാട്രിക്സ് 0 0 0 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് a² - 4 into a plus I equal to 0. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. a² - 4 into a plus I equal to 0. Call it as equation number 1. നമുക്ക് ഇതിൽ നിന്ന് എ ഇൻവേഴ്സ് കാണാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എ ഇൻവേഴ്സ് ഡയറക്റ്റ് കാണാനല്ല. ഹെൻസ് ഫൈൻഡ് എ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ നിന്നുകൊണ്ട് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. മൾട്ടിപ്ലൈയിങ് ബോത്ത് സൈഡ്സ് ഓഫ് ഇക്വേഷൻ 1 by എ ഇൻവേഴ്സ്. ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ a² - 4 into a plus I into എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു അപ്പുറത്തെ എ ഇൻവേഴ്സ് കൊണ്ട് ഗുണിക്കുമ്പോൾ 0 മാട്രിക്സ് തന്നെ വരും. അപ്പോൾ നമ്മൾ
രണ്ട് വശം എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്കറിയാം മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ മാട്രിക്സ് അഡിഷൻ ആണ്. അകത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ എ സ്ക്വയർ ഇൻറ്റു എ ഇൻവേഴ്സ് മൈനസ് 4a ഇൻറ്റു എ ഇൻവേഴ്സ് പ്ലസ് ഐ ഇൻറ്റു എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 0. എ സ്ക്വയറിനെ നമുക്ക് എ ഇൻറ്റു എന്ന് എഴുതാം. എ ഇൻറ്റു എ ഇൻവേഴ്സ് മൈനസ് 4 ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഐ ആണ്, പ്ലസ് ഐ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എ ഇൻവേഴ്സ് ആണ്, ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറയുന്ന ഐ ആണ്. അപ്പോൾ എ ഐ മൈനസ് 4i പ്ലസ് എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 0. ഇനി എ ഐ എന്ന് പറയുമ്പോൾ എ ആണ്. എ മൈനസ് 4 ഇൻറ്റു ഐ പ്ലസ് എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇത് രണ്ടും അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ 4i മൈനസ് എന്ന് വരും. 4i മൈനസ് എന്ന് വരും. ഈ 4i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് മാട്രിക്സ് 4004 എന്ന് വരും, മൈനസ് മാട്രിക്സ് 2312 എന്ന് വരും. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് മാട്രിക്സ് 2 മൈനസ് 3 മൈനസ് 1 2 എന്ന് കിട്ടും. അപ്പോൾ ഹെൻസ് ഫൈൻഡ് എ ഇൻവേഴ്സ് എന്നുള്ള പ്രോബ്ലത്തിനകത്ത് നമ്മൾ എവിടെയാണോ എന്താണോ നമുക്ക് കിട്ടിയ സ്റ്റേറ്റ്മെൻറ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് പ്രൊസീഡ് ചെയ്തിട്ട് വേണം എ ഇൻവേഴ്സ് കാണാൻ. ഇതൊക്കെ പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എ ഇൻവേഴ്സ് ഇവിടെ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. ആ വീഡിയോ പോസ് ചെയ്ത് നോട്ട്സ് എഴുതിയെടുക്കുക. ആ നോട്ട്സ് നിങ്ങൾ പഠിച്ച് മാറുക. ആ വിവരം എന്നെ അറിയിക്കുക. ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. താങ്ക് യു.